ഇസ്രയേലിന്റെ മനുഷ്യക്കുരുതിയിൽ നിന്ന് രക്ഷപ്പെടാൻ സുരക്ഷിത ഇടമില്ലാതായി ഗാസ. അഭയാർത്ഥി ക്യാമ്പുകൾ, രാജ്യാന്തര ഏജൻസികളുടെ നിയന്ത്രണത്തിലുള്ള പ്രത്യേക സംരക്ഷിത കേന്ദ്രങ്ങൾ, UN സ്കൂളുകൾ എന്നിവിടങ്ങളിൽ പോലും അധിനിവേശ സൈന്യം ആക്രമണം അഴിച്ചുവിടുകയാണ്. അൽമവാസിയിൽ ഇന്നലെ സൈന്യം ബോംബ് വർഷിച്ചു. ശനിയാഴ്ച ഇവിടെ നടത്തിയ ആക്രമണത്തിൽ 50ഓളം പേർ കൊല്ലപ്പെട്ടിരുന്നു. ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമത്തിലൂടെ പുറത്തുവന്നു. പ്ലാസ്റ്റിക് ടെന്റുകളാൽ പരന്നു കിടക്കുന്ന പ്രദേശത്ത് മിസൈൽ പതിക്കുന്നതും കൂറ്റൻ തീകോളം ഉയരുന്നതുമാണ് ദൃശ്യങ്ങളുള്ളത്. കുട്ടികളുടെ ഉൾപ്പെടെ കത്തിക്കഴിഞ്ഞ മൃതദേഹങ്ങൾ പ്രദേശത്തു നിന്ന് കണ്ടെടുത്തതായി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. വടക്കൻ ഗാസയിൽ നിന്നുൾപ്പെടെ പലസ്തീനുകളെ സുരക്ഷിത ഇടമെന്ന് വിശേഷിപ്പിച്ച ഇസ്രയേൽ അൽമവാസിയിലേക്കായിരുന്നു ഒഴിപ്പിച്ചിരുന്നത്. ആയിരക്കണക്കിന് പലസ്തീനുകളാണ് ഇവിടെ താൽക്കാലിക ടെന്റുകൾ കെട്ടി കഴിയുന്നത്. വെടിനിർത്തൽ കരാർ ലംഘിച്ച് കഴിഞ്ഞ മാസം ആക്രമണം പുനരാരംഭിച്ച ശേഷം നിരവധി തവണയാണ് സയനിസ്റ്റ് സൈന്യം അൽമവാസിയെ ലക്ഷ്യമിട്ടത്. 24 മണിക്കൂറിനിടെ 45 പേരാണ് കൊല്ലപ്പെട്ടത്. 145 പേർക്ക് പരിക്കേറ്റു. ഹമാസ് നടത്തിയ പ്രത്യാക്രമണത്തിൽ ഒരു അധിനിവേശ സൈനികൻ കൊല്ലപ്പെടുകയും 3 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 2023 ഒക്ടോബറിൽ തുടങ്ങിയ ആക്രമണം 560 ദിവസം പിന്നിട്ടതോടെ കൊല്ലപ്പെട്ട പലസ്തീനുകളുടെ എണ്ണം 51,201 ആയി. 1,16,869 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഇസ്രയേൽ ആക്രമണത്തിന്റെ ഇരകളിൽ 70% സ്ത്രീകളും കുട്ടികളും വയോധികരും ഉൾപ്പെടുന്ന സാധാരണക്കാരാണ്. ഒരു വശത്ത് അധിനിവേശ സൈന്യം തുടരുന്ന ആക്രമണത്തിനൊപ്പം പലസ്തീനിൽ നിയമവിരുദ്ധമായി കുടിയേറിയ ജൂത കുടിയേറ്റക്കാരും ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. ഇതോടൊപ്പം ലെബനിലും ഇസ്രയേൽ ആക്രമണം നടത്തുന്നുണ്ട്. ദക്ഷിണ ലെബനിൽ നടത്തിയ ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ടു. ഫതാഹ് ഭരിക്കുന്ന വെസ്റ്റ് ബാങ്കിൽ ക്രിസ്ത്യാനികൾക്കെതിരെയും ഇസ്രയേൽ ആക്രമണം നടത്തി വരികയാണ്. പലസ്തീൻ ക്രിസ്ത്യാനികൾക്കെതിരെ പ്രകോപനം വർദ്ധിച്ചു വരികയാണ്. ക്രൂര കുടിയേറ്റക്കാർ ക്രിസ്ത്യാനികളെ കൂടുതലായി ആക്രമിക്കുന്നു. ഈ വർഷം മാത്രം 43 അത്തരം സംഭവങ്ങൾ നടന്നതായും പാസ്റ്റർ പറയുന്നു.